Even though we are in the world of science and technology, we cannot give a proper definition to our mind. Here also we are discussing such a topic, Journey to the Interior by Margaret Atwood. It is a topic that is included in the paper Post-Colonial Literature. It is the paper for second sem MA students of Calicut University. Second sem PG വിദ്യാർത്ഥികൾക്കുള്ള പേപ്പറാണ് അമേരിക്കൻ ലിറ്ററേച്ചർ. അതിൽ ഉൾപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജേർണി ടു ദ ഇന്റീരിയർ. ഇറ്റ്സ് എ പോം ബൈ മാർഗരറ്റ് ആറ്റ്വുഡ്. മാർഗരറ്റ് ആറ്റ്വുഡ് ഇസ് എ ഫേമസ് കനേഡിയൻ റൈറ്റർ, പോയറ്റ്, ക്രിട്ടിക് ആൻഡ് ടീച്ചർ. വളരെ പ്രശസ്തിയായ കനേഡിയൻ എഴുത്തുകാരിയാണ് മാർഗരറ്റ് ആറ്റ്വുഡ്. ആൻഡ് ഷീ ഈസ് ദ ഫൗണ്ടർ ഓഫ് ഗ്രിഫിൻ പോയട്രി പ്രൈസ് ആൻഡ് ദ റൈറ്റേഴ്സ് ട്രസ്റ്റ് ഓഫ് കാനഡ. ഗ്രിഫിൻ പോയട്രി പ്രൈസ് അതേപോലെ തന്നെ റൈറ്റേഴ്സ് ട്രസ്റ്റ് ഓഫ് കാനഡ ഇവയുടെ ഫൗണ്ടറായിട്ട് അവരെ കണക്കാക്കപ്പെടുന്നു. ആൻഡ് ഹെർ ഫേമസ് വർക്ക്സ് ആർ ദ ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ, ദ ബ്ലൈൻഡ് അസാസിൻ ആൻഡ് ദ ടെസ്റ്റ്മെന്റ്സ്. ഈ മൂന്ന് കൃതികളാണ് അവരെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആക്കിയത്. അതൊക്കെയാണ് ദ ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ, ദ ബ്ലൈൻഡ് അസാസിൻ ആൻഡ് ദ ടെസ്റ്റ്മെന്റ്. ഹിയർ ഈ കവിത നമ്മൾ പറഞ്ഞു ജേർണി ടു ദ ഇന്റീരിയർ. ഹിയർ ഇന്റീരിയർ മീൻസ് മൈൻഡ്, നമ്മളുടെ മനസ്സിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ ടൈറ്റില്. ഈ എക്സാമിനിലെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. ജേർണി ടു ദ ഇന്റീരിയർ, വാട്ട് ഈസ് ദി ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ജേർണി ടു ദ ഇന്റീരിയർ? Interior here represents our mind. The poem is an extended metaphor for the life journey. നമ്മുടെ ജീവിത യാത്രയാണ് ഇതിൽ പറയുന്നത്. Taken by the poet herself. Here the speaker is the poet herself, and the journey to the interior represents our life journey. It describes the mind as a unique and dynamic region which is hard and complex to comprehend. നമ്മുടെ മനസ്സ് വളരെ വിചിത്രമായ ഒരു സംഭവമാണ്. ആൻഡ് നോ വൺ ക്യാൻ എക്സ്പ്ലെയിൻ വാട്ട് വിൽ ഹാപ്പൻ ദ നെക്സ്റ്റ് ടൈം. തൊട്ടടുത്ത നിമിഷം നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത വളരെ വിചിത്രമായ ഒന്നാണ് നമ്മളുടെ മനസ്സ്. നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യിപ്പിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, മുൻകൂട്ടി പറയാൻ കഴിയില്ല. ആൻഡ് ഇറ്റ് ഈസ് എ ഹാർഡ് ആൻഡ് കോംപ്ലക്സ് വൺ ടു കോംപ്രിഹെൻഡ്. കോംപ്രിഹെൻഡ് മീൻസ് അണ്ടർസ്റ്റാൻഡ്. വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് അവർ മൈൻഡ്. And our brain thinks of many things and it is surrounded by the region of unknown. നമ്മളുടെ ബ്രെയിൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും, പക്ഷേ അതൊക്കെ അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങളും ഭാവിയിലും അതേപോലെ തന്നെ ഭൂതകാലത്തിലും ഒക്കെ ഇങ്ങനെ കിടന്ന് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ മനസ്സിന്റെ ആ ഒരു സങ്കീർണതയാണ് വെളിപ്പെടുത്തുന്നത്. വി കനോട്ട് എക്സ്പ്ലെയിൻ ഓർ വി കനോട്ട് കോംപ്രിഹെൻഡ് അവർ മൈൻഡ്. നമ്മുടെ മനസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഹിയർ ദ പോം ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഫ്രീ വേഴ്സിൽ എഴുതപ്പെട്ട കവിതയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. രണ്ട് പാർട്ടുകളായിട്ട്. ഫസ്റ്റ് പാർട്ടിൽ വി ക്യാൻ സീ 3 long stanzas and in the second part we can see 4 small stanzas. ആദ്യത്തെ പാർട്ടിൽ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പാർട്ടിൽ 3 വലിയ സ്റ്റാൻസുകൾ കാണാം, രണ്ടാമത്തെ പാർട്ടിൽ 4 ചെറിയ സ്റ്റാൻസുകളും കാണാം. ആൻഡ് ഇറ്റ് ഈസ് എ ലിറിക് പോം, ഒരു ലിറിക് പോമാണ്. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ജേർണി ടു അവർ മൈൻഡ്സ്. നമ്മളുടെ മനസ്സിലേക്കുള്ള ഒരു യാത്രയാണ് ഈ കവിത. വി ക്യാൻ മൂവ് ഓൺ ടു ദ പോം. There are similarities I notice. ജേർണി ടു ദ ഇന്റീരിയർ എന്ന കവിതയിൽ തുടക്കത്തിൽ പറയുന്നു there are similarities. Similarities means ഒരുപാട് സാമ്യങ്ങളുണ്ട്. I can notice, the point is that she can notice a lot of similarities. അതെന്താണ്? that the hills which the eyes make flat as a wall. ഇവിടെ the hill seems to be flat just like a wall. ഒരു മതില് പോലെ പരന്നു കിടക്കുന്നതായിട്ട് കുന്നുകൾ തോന്നുന്നു. The hill seems to be just like a wall that is wide open or extended, welded together. ഇനി ഈ മതിലുകൾ അല്ലെങ്കിൽ മതിലുകൾ പരസ്പരം ചേർന്നിരിക്കുന്നത് പോലെ ഈ കുന്നുകൾ വെൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു, പരസ്പരം കൂട്ടി യോജിപ്പിച്ച പോലെ തോന്നുന്നു. Open as I move it to let me through, and it opens while I move to let me through. അതായത് എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഇറ്റ് സീംസ് ടു ബി വൈഡ് ഓപ്പൺ. Open as I move to let me through.
That means while I am moving forward, these hills seems to be open. ഈ ഹിൽസ് തുറന്നു വരുന്ന പോലെ തോന്നുന്നു മുന്നോട്ടേക്ക് നടക്കുമ്പോൾ. ദാറ്റ് മീൻസ് വൈൽ വി ആർ ട്രൈങ് ടു ക്യാച്ച് അവർ മൈൻഡ്, ഇറ്റ് ഈസ് വൈഡ് ഓപ്പൺ. നമ്മൾ നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് വീണ്ടും അത് നമ്മിൽ നിന്നും വിദൂരമായി പോകുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇറ്റ് ബിക്കംസ് എൻഡ്ലെസ് ആസ് prairies. These hills seem to be endless. അവസാനിക്കാത്തതായിട്ട് തോന്നുന്നു. ഇങ്ങനെ ആദ്യം ഒരു മതിൽ പോലെ തോന്നിയ ഈ കുന്നുകൾ പിന്നീട് പ്രേറി മീൻസ് പുൽമേട് പോലെ അവസാനിക്കാത്ത പരന്നു കിടക്കുന്ന മതിൽ പോലെ തോന്നി. That the trees grow splendidly, have their roots open in swans. ഇനി ആ കുന്നിലെ മരങ്ങൾ they grow splendidly. Splendidly means in groups. വളരെ കൂട്ടത്തോടു കൂടി വളരുന്ന മരങ്ങൾ കാണാൻ സാധിക്കും. That means the thought process that comes one after another. കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന ചിന്തകളാണ് ഇവിടെ നമ്മുടെ മനസ്സിന്റെ കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന ചിന്തകളാണ് ഇവിടെ ട്രീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The trees grows spindly. Spindly means കൂട്ടത്തോടെ ഗ്രൂപ്പായിട്ട്. That means നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് there is no structure or there is no regularity in our thoughts. ചിലപ്പോൾ നമ്മളിപ്പോൾ ഭാവി കാലമാണ് ചിന്തിക്കുന്നത്, പെട്ടെന്ന് തന്നെ നമ്മുടെ പഴയ കാലത്തിലേക്ക് പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രസന്റിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ ചിന്തകൾ കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന ആ ഒരു അവസ്ഥയാണ്. അത് ഓപ്പൺ ദർ റൂട്ട്സ് ആർ ഇൻ സ്വാംസ്. സ്വാംസ് മീൻസ് ചതുപ്പ് നിലം. ചതുപ്പ് നിലം മീൻസ് ദർ ഈസ് നോ റാഷണൽ തോട്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. ചതുപ്പിൽ നിൽക്കുന്ന അതിന്റെ വേരുകൾ, ഈ മരങ്ങളുടെ വേരുകൾ ചതുപ്പിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ there is no foundation for our thoughts. നമ്മളുടെ ചിന്തകൾക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല. മറിച്ച് പല ചിന്തകൾ ഇങ്ങനെ കൺഫ്യൂസിങ് തോട്ട്സ് ദാറ്റ് ആർ എന്താണ് നമ്മുടെ മനസ്സിനെ മതിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന അനിയന്ത്രിതമായ ചിന്തകളാണ് ഇവിടെ മരങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് that this is a poor country and this is a poor country. ഇവിടെ poor country എന്നുള്ളത് it is very difficult to comprehend our mind. ഇവിടെ poor country എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പ് there is no change in the landscape. ആ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ മരങ്ങൾ കാണുന്നു, കുന്നുകൾ കാണുന്നു, കുന്നുകൾ പരന്നു കിടക്കുന്ന പോലെ തോന്നുന്നു, പ്രൈറി പോലെ തോന്നുന്നു, പുൽമേട് പോലെ തോന്നുന്നു. And there is no change or there is no new discovery in nature. ഒരു പുതിയ കണ്ടെത്തൽ കഴിയുന്നില്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് മലകള്, കുന്നുകള്, അതേപോലെ തന്നെ വനപ്രദേശങ്ങള്, ചെടികള്, മരങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുന്നു. ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നമ്മളുടെ മനസ്സിൽ. നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങള്, അതേപോലെ തന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് there is no new or novelty in our thoughts. നമ്മുടെ ചിന്തകളില് പുതുതായിട്ടൊന്നും വരുന്നില്ല. ആ പഴയ ചിന്തകൾ തന്നെയാണ്, പഴയ ആ ഒരു ജീവിതത്തിന്റെ കെട്ടുപാടുകൾ തന്നെയാണ്. സോ അതുകൊണ്ടാണ് അവിടെ poor country എന്ന് പറയുന്നത്. That a cliff is not known as rough except by hand. A cliff means the പാറക്കൂട്ടം, and it seems to be rough. അത് വളരെ റഫാണ് പാറക്കൂട്ടം. And we can see or we can feel the roughness through touch. തൊടലിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു റഫ്നെസ്, പുറമെ കാണുമ്പോൾ പാറക്കൂട്ടം നല്ല രസമാണ്, പക്ഷേ it is very rough while we are touching that cliff. ആ പാറക്കൂട്ടത്തെ ദൂരെ നിന്ന് കാണാൻ നല്ല സുന്ദരമാണ്, പക്ഷെ അടുത്ത് പോകുമ്പോൾ അത് വളരെയധികം റഫായിട്ട് കാണപ്പെടുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ ചിന്തകൾ അതുപോലെയാണ്. പുറമെ നോക്കുമ്പോൾ നല്ല അധികം പ്രയാസമുള്ളതല്ലാത്ത ചിന്തകളായിരിക്കും, പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ആ ഒരു ചിന്തകളുടെ ആ ഒരു കെട്ടുപാടുകൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. And at that time, mostly the travel is not an easy going. ആ യാത്ര എന്നത്, here the life journey is not an easy process. Even though it seems to be straightforward and easy in the beginning. തുടക്കത്തിൽ നമുക്ക് തോന്നും ഇത് വളരെ നല്ല സുഖമുള്ള ജീവിതമാണ്, നല്ല രസമാണ്, ഈ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാമെന്നൊക്കെ തോന്നുമെങ്കിലും
കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് സീംസ് ടു ബി കോംപ്ലിക്കേറ്റഡ് ആൻഡ് അൺപ്രെഡിക്റ്റബിൾ. കുറച്ച് കഴിയുമ്പോൾ ആ യാത്രയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു വനപ്രദേശം കാണാൻ പോകുന്നത് പോലെ അത് കണ്ട് കണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ നല്ല ഒരു സീനറി കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഉള്ളിലേക്ക് പോകുമ്പോൾ വി ഗെറ്റ് അഫ്രൈഡ് ഓഫ് ദ ലാൻഡ്സ്കേപ്പ്. ആ പ്രകൃതിയിൽ നമുക്ക് ഒറ്റപ്പെടലിന്റെ ഒരു ഭീതി തോന്നും. അതേപോലെയാണ് ആ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ആ ഒരു പേടി തോന്നുന്നത്. Then from point to point a dotted line on the map. ഇനി ജീവിതം തോന്നുന്നത് എങ്ങനെയാണ്? ഫ്രം പോയിന്റ് ടു പോയിന്റ് ഡോട്ടഡ് ലൈൻ ഇൻ എ മാപ്പ്. ഒരു മാപ്പിലെ രണ്ട് ജോയിന്റുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഡോട്ടഡ് ലൈൻ ആണ്. അതായത് കുറെ ഡോട്ടുകളുണ്ട്, ആ ഡോട്ടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈൻ ആണ് നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ ഈ യാത്ര എന്ന് തോന്നുന്നു. കുറെ ഡോട്ടുകളുടെ ഇടയിൽ ഒരു യോജിപ്പിക്കലാണ്. കുറെ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുക. കുട്ടിയാണ്, പിന്നീട് ആ ഒരു ജനനം, പിന്നീട് ആ ഒരു കുട്ടിക്കാലം, അത് കഴിഞ്ഞിട്ട് യൗവനത്തിലേക്ക് കയറുക, അതിനുശേഷം മിഡിൽ ഏജ്, ഓൾഡ് ഏജ്, അങ്ങനെയുള്ള കുറെ ഡോട്ടുകളുടെ ഒരു യാത്രയാണ് ജീവിതം. ആൻഡ് ലൊക്കേഷൻ പ്ലോട്ടഡ് ഓൺ എ സ്ക്വയർ സർഫേസ്. ഇനി അതിന്റെ ലൊക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് പ്ലോട്ടഡ് ഓൺ എ സ്ക്വയർ സർഫേസ്. സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് ലൈഫ് ഈസ് എ സൈക്കിൾ. ഒരു ജീവിത ചക്രമാണ്. ലൈഫ് ഇസ് ലൈക്ക് എ കോമ്പസ്. തുടങ്ങിയത് തന്നെ അവസാനിക്കും. അതായത് നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നോ അതേ രീതിയിലാണ് നമ്മൾ ഓൾഡ് ഏജ് ആകുന്ന സമയത്ത് എത്തുന്നത്. അതായത് കുട്ടിക്കാലത്ത് നമ്മൾ ഇഴഞ്ഞു നടന്നതുപോലെ അവസാനമാകുന്ന സമയത്ത് ബെഡ് റിഡൻ ആയി മാറും. അതേപോലെ തന്നെ പല്ലൊക്കെ കൊഴിഞ്ഞ് ഒരു ചെറിയ കുട്ടിയെ പോലെ ശാട്ടിയൊക്കെ പിടിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് എ square surface. That means life is a cycle. Then, but that I move surrounded by a tangle of branches, a net of air, and alienate light and dark all at all times. But that I move surrounded by a tangle of branches. Tangle of branches means ഈ ശിഖരങ്ങൾ, ഈ മരത്തിന്റെ ശിഖരങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ഐ ആം സറൗണ്ടഡ് ബൈ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ആൻഡ് എ നെറ്റ് ഓഫ് എയർ. നെറ്റ് ഓഫ് എയർ മീൻസ് ഐ ആം സഫോക്കേറ്റിംഗ് ഇൻ ദിസ് സിറ്റുവേഷൻ, ഇൻ ദിസ് ലൈഫ് ജേർണി. ഈ ജീവിതയാത്രയിൽ സഫോക്കേഷൻ സംഭവിക്കുന്നു. ആൻഡ് സഫോക്കേഷൻ മീൻസ് വീർപ്പുമുട്ടൽ ഉണ്ടാകുന്നു. ആൻഡ് ഓൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക്. ഓൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് മീൻസ് ഐ ക്യാൻ ഫീൽ ഹാപ്പിനെസ് ആൻഡ് സോറോ. ജീവിതത്തിൽ വെറും സങ്കടം മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു സന്തോഷം ഉണ്ടാകും, അതിനിടയ്ക്ക് തന്നെ ആ ഒരു ദുഃഖവും ഉണ്ടാകും. സോ ഓൾട്ടർനേറ്റീവ് ലൈറ്റ് ആൻഡ് ഡാർക്ക് മീൻസ് ഹിയർ ഹാപ്പൻസ് ആൻഡ് സോറോ അറ്റ് ഓൾ ടൈംസ്. ഈ ജീവിതയാത്രയിൽ എല്ലാ പ്രാവശ്യവും ഐ ക്യാൻ സീ ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് ഇൻ മൈ ലൈഫ്. അതോടൊപ്പം തന്നെ ഐ ആം tangled with the branches. That means I am tangled with a lot of problems. That is, there are no destination apart from this. And while we are moving, we cannot find the destination. എന്താണ് ഈ ജീവിതയാത്ര? മുന്നോട്ട് പോയിട്ട് അത് എവിടെ എത്തിച്ചേരണം എന്ന് നമുക്കറിയില്ല. ഡെസ്റ്റിനേഷൻ അറിയാത്തൊരു യാത്രയാണ് ജീവിതയാത്ര. വി കനോട്ട് പ്രെഡിക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ ദ നെക്സ്റ്റ് ടൈം. അടുത്ത സമയം എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തിച്ചേർന്നാലാണ് നമ്മുടെ ജീവിതം അവസാനിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. സോ ദിസ് ജേർണി ഈസ് എ ജേർണി വിതൗട്ട് ഡെസ്റ്റിനേഷൻ. ഷേക്സ്പിയർ പറഞ്ഞ പോലെ ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈങ് നത്തിങ്. അത് തന്നെയാണ് ജീവിതം. കുറെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നുമില്ലാത്ത ഒരു ബുദ്ധിയുടെ കഥ പോലെയാണ് ജീവിതം. സോ ഹിയർ വി ക്യാൻ കണക്ട് ദീസ് കൊട്ടേഷൻസ്. ഇവിടെ പറയുന്നു, ഇൻ ലൈഫ് ദർ ഈസ് no destination, or we cannot find a destination in life journey. In the concluding stanza here, there are differences in our life journey. ഒരാളുടെ ജീവിതം പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ ജീവിതം. സോ there are differences. lack of reliable charts. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ചാർട്ട് ഇല്ല. that means there is no pre-plan. ഒരു പ്രീ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. കാരണം മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാണ്. മനുഷ്യൻ ഒന്ന് പറയുന്നു, ദൈവം മറ്റൊന്ന് നമുക്ക് തരുന്നു. അപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന പോലെയുള്ള ഒരു ജീവിതമായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. സോ there is a lack of reliable chart.
വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ചാർട്ടില്ല. ഈ ചാർട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ ചാർട്ട് നോക്കി അല്ലെങ്കിൽ ഈ മാപ്പ് നോക്കി നമുക്ക് മുന്നോട്ടേക്ക് യാത്ര ചെയ്യാമെന്ന് പറയുന്ന ഒരു സംഭവം ജീവിതത്തിലില്ല. ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ്, ദ ഡിസ്ട്രാക്ഷൻ ഓഫ് സ്മോൾ ഡീറ്റെയിൽസ്. And in this life journey, there is a distraction of small details. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. There will be distractions in our life. നമ്മുടെ ജീവിതത്തിലെ ദിശ മാറാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. എന്തൊക്കെയാണ്? Your shoe among the brambles under the chair where it shouldn't be. അതായത് the misplacement of shoe. ഷൂ ഇരിക്കുന്ന സ്ഥാനത്ത് ഷൂ വെക്കാതെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് അവിടെ കിടന്ന് തപ്പുന്ന അവസ്ഥ. That means the diversion, silly things that divert us. ചെറിയ ചെറിയ കാര്യങ്ങൾ, ജീവിതത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഡൈവേർട്ട് ചെയ്തു പോകുന്ന അവസ്ഥ. ആൻഡ് the mushroom and a paring knife on the kitchen table. ഇനി the mushroom and the knife on the kitchen table. ഇതൊക്കെ these are the silly things that divert our distraction, അല്ലെങ്കിൽ that divert our mind. നമ്മളുടെ മനസ്സിനെ പിടിച്ചു വെക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ വി ആർ ട്രബിൾഡ് വിത്ത് സില്ലി തിങ്സ്. ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല, നമ്മൾ വിഷമിക്കുന്ന കാര്യങ്ങൾ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം. ഇത് ആരോടെങ്കിലും പറയുമ്പോൾ അവർ ചിരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുന്നു. Then and a sentence crossing my path, sodden as a fallen log. I am sure I passed yesterday. I am just like a fallen log. വെള്ളത്തിൽ വീണ ഒരു തടി പോലെയാണ് ഞാൻ. And I am sure I passed yesterday. That means till yesterday my life was just like a fallen log. വെള്ളത്തിൽ വീണ ഒരു മരത്തടിക്ക് ലക്ഷ്യബോധമില്ലാതെ എങ്ങനെയാണോ അത് കറങ്ങുന്നത്, വെള്ളത്തിൽ കിടന്ന് കറങ്ങുന്നത്, അതേപോലെയാണ് മനുഷ്യന്റെ മനസ്സും. നമുക്ക് പുരാണങ്ങളിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ സാധിക്കും. മനുഷ്യന്റെ നീർപ്പോള പോലെയാണ് മനുഷ്യന്റെ ജീവിതം. അതേപോലെ തന്നെ വെള്ളത്തിലെ കുമിള പോലെയാണ്, കുമിള പോലെ ക്ഷണികമായ ജീവിതം. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇൻസ്റ്റൻസുകളാണ്, ഉദാഹരണങ്ങളാണ്. ആൻഡ് I have been walking in circles again. I have been walking in circles again. Here also I am tangled with my problems. എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ആദ്യമേ ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ് വീണ്ടും കൂടി 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 ഒരു സർക്കിള് പോലെ, ദാറ്റ് ഈസ് സഫോക്കേറ്റിംഗ് മീ, ഒരു സർക്കിള് പോലെ എന്നെ വേട്ടയാടുന്നു. ദാറ്റ് മീൻസ് ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണ്. ഇവിടെയും നമുക്ക് എമിലി ഡിക്കിൻസന്റെ കവിതയിൽ പറഞ്ഞ പോലെ we can connect this to the feeling of death or the thought of death. മരണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാകാം, അല്ലെങ്കിൽ the fear of diseases, രോഗങ്ങളെ കുറിച്ചുള്ള ആവലാതിയാകാം, ഓർ ഡെസ്പെയർ, ജീവിതത്തിലെ നിരാശയാകാം, അല്ലെങ്കിൽ ഇനി ഹെൽത്ത്, മോശമായ ആരോഗ്യം, അതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളാകാം. അങ്ങനെ പലതരത്തിൽ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ ആൾക്കും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഹിയർ വി കനോട്ട് ഗോ ഇൻ ടു അവർ ഹാർട്ട് ഓർ വി കനോട്ട് കോംപ്രിഹെൻഡ് അവർ മൈൻഡ്. നമ്മളുടെ മനസ്സിനെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ ഒരു തീമാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Through this poem, the poet says that we are the owners of the interior and we never lend it to others. നമ്മളുടെ മനസ്സിന്റെ ഉടമ നമ്മളാണ്, അതൊരിക്കലും മറ്റുള്ളവരുടെ കയ്യിലാകാൻ പാടില്ല. ഈ ഒരു ഇതിവൃത്തമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മെസ്സേജാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. And this poem we can see a lot of themes like inner life is complex. Next one, life can be absurd and meaningless. നമ്മളുടെ ഇന്നർ ലൈഫ് എന്നത് വളരെ കോംപ്ലക്സ് ആണ്. അതേപോലെ തന്നെ ജീവിതം it seems to be absurd and meaningless. Then sensory perceptions and rational thoughts are not always helpful to know our mind. നേരത്തെ പറയുന്നുണ്ട്, ഈ കഥയിൽ തന്നെ പറയുന്നുണ്ട്, കോമ്പസ് ഉപയോഗിച്ചിട്ട്, മാരിനസ് കോമ്പസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സൂര്യന്റെ ചലനം അനുസരിച്ചൊക്കെ നമുക്ക് സമയം കാലമൊക്കെ തീരുമാനിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളുടെ മനസ്സിന് അങ്ങനെ ഒന്നുമില്ല കണ്ടുപിടിക്കാൻ. നമ്മളുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കണ്ടുപിടിക്കാൻ അങ്ങനെ ഒരു കോമ്പസിനോ അല്ലെങ്കിൽ സൂര്യന്റെ പ്രകാശരശ്മിയുടെ ചലനത്തിനോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു നിഴലിനെ നോക്കിയിട്ട് നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്ന പോലെ മനസ്സിനെ കണ്ടുപിടിക്കാൻ അങ്ങനെയുള്ള ഒരു ഉപകരണത്തിനും സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്.
So it is our mind, and we are the owner of our mind. So it is our duty to keep it ourselves. Never lend it to others. മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. Then these are the main points. Hope you enjoyed it. Thank you.